നമസ്കാരം. AMMയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ ഉയർത്തിയ അവിഹിത കഥകൾ പരക്കെ വിമർശിക്കപ്പെടുകയാണല്ലോ. അൻസിബ അതിനെതിരെ നൽകിയ പരാതി പോലീസിൻ്റെ കയ്യിലാണ്. ഇത്ര ക്രൂരമായ ഒരു വ്യക്തിഹത്യ നടന്നിട്ട് AMMയിലെ ഒരു മുൻനിര പ്രവർത്തകർ പോലും, ഒരു താരം പോലും അതിനെതിരെ രംഗത്തെത്തിയില്ല എന്നത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. മദ്യപാനി, അവിഹിത നായിക തുടങ്ങി എന്തെല്ലാണ് ഒരു ചാനലിലിരുന്ന് ലക്ഷ്മിപ്രിയ അവരുടെ സഹപ്രവർത്തകർക്കെതിരെ പറഞ്ഞത്. അത് സംപ്രേഷണം ചെയ്തു പോട്ടെ, അത് കേട്ടിരുന്ന സഹപ്രവർത്തകരും പോട്ടെ. അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവൻ ജനപ്രതിനിധി രമേശ് പിഷാരടി എന്തെടുക്കുകയാണ്? അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? എന്തായാലും ഇക്കാര്യത്തിൽ സിനിമാ പ്രവർത്തകൻ കൂടിയായ ആലപ്പി അഷ്റഫ് ഗുരുതരമായ ചില വെളിപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ലക്ഷ്മിപ്രിയയുടെ കുതന്ത്രങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങളും ഉയരുകയാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതിനൊരു വിശദീകരണം ഈ വീഡിയോയുടെ കൺക്ലൂഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുവരെ സമാധാനമായി കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടിരിക്കുക. എന്നിട്ട് നമുക്ക് അവസാനം കൺക്ലൂഷൻ കേൾക്കാം. 3 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, എല്ലാത്തിൻ്റെയും തുടക്കമായ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ ഒരു പരാതിയാണ്. ആ പരാതിയിൽ സ്റ്റേഷനിൽ അതിൻ്റെ തുടർച്ചയായിട്ട് എന്തൊക്കെ നടന്നു? അവിടെ ലക്ഷ്മിപ്രിയയും അൻസിബയും എത്തിയിരുന്നു. അന്ന് അവിടെ എന്തൊക്കെ നടന്നു? ലക്ഷ്മിപ്രിയ പറഞ്ഞതുപോലെയാണോ? അവരുടെ വാദം കഴമ്പില്ലാത്തതാണ്. മറ്റു ചില കാര്യങ്ങൾ അവിടെ നടന്നു. രണ്ടാമത്തേത്, അൻസിബയ്ക്കെതിരെ ജിഹാദി എന്ന ആരോപണം അവർ ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അതിൽ ആദ്യമായി ഒരു തെളിവുമായി ഒരാൾ വരികയാണ്. മൂന്നാമത്തേത്, BJPക്ക് വേണ്ടി IMMയെ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ളവർ ദുരുപയോഗിച്ചോ? ആദ്യം പോലീസ് സ്റ്റേഷനിൽ എന്ത് നടന്നു എന്നത് മുതൽ നമുക്ക് ആരംഭിക്കാം. ആലപ്പി അഷ്റഫിൻ്റെ വെളിപ്പെടുത്തൽ ഇക്കാര്യത്തിൽ നിർണായകമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ നേരിട്ട് പറയാം. അമ്പ് വില്ലിൽ നിന്നും, വാക്ക് നാവിൽ നിന്നും, ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കോപവും കൊടുങ്കാറ്റും ഒക്കെ ഒരുപോലെയാണ്. പലപ്പോഴും അത് ശമിച്ചതിന് ശേഷം മാത്രമായിരിക്കും എത്ര വലിയ നാശം വിതച്ചു എന്ന് മനസ്സിലാവുക. ലക്ഷ്മിപ്രിയയുടെ പുതിയ കഥയും തിരക്കഥയും റിലീസ് ചെയ്തതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ പ്രധാനപ്പെട്ട ചിന്ത നമ്മളിൽ ഉണർത്തുന്നു. 4 മാസങ്ങൾക്ക് മുമ്പ് അമ്മയിലെ ഒരു അംഗത്തിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അൻസിബയും ലക്ഷ്മിപ്രിയയും തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്, അവിടെ അവർ തമ്മിൽ വലിയ വഴക്കും ബഹളവും ഒക്കെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് അതിൻ്റെ കാരണം എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ലക്ഷ്മിപ്രിയ ഗൾഫ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അൻസിബ ഒരു മെസ്സേജ് അയച്ചു. എന്താണ് മെസ്സേജിൽ? അവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു, അതിൻ്റെ ഫോട്ടോസൊക്കെ പ്രചരിക്കുന്നുണ്ട്, അതെനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന്. ആര്? അൻസിബ ലക്ഷ്മിപ്രിയക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇതിനിടെ ലക്ഷ്മിപ്രിയയുടെ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ് വന്നു. അത് വന്നപ്പോൾ അത് ശരിയാക്കാനെടുത്ത ഭർത്താവിൻ്റെ ശ്രദ്ധയിൽ ഈ മെസ്സേജ് പെട്ടു. ആ വോയിസ് മെസ്സേജ് കേട്ടപാടെ നീ എവിടെ, എന്ത് ചെയ്യാനാടി പോയതെന്ന് അലറി ചോദിച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയയെ ക്രൂരമായി തല്ലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഈ കേട്ട വാർത്ത സത്യമാണോ എന്നറിയാൻ ഞാൻ തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സത്യമാണ് എന്ന്. യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് ലക്ഷ്മിപ്രിയയോട് സഹതാപം തോന്നിയിരുന്നു. പിന്നീട് ഞാൻ ചെയ്ത വീഡിയോയിൽ, അതായത് ആലപ്പി അഷ്റഫ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ 250-ാമത്തെ എപ്പിസോഡിൻ്റെ വീഡിയോയിൽ അവസാന ഭാഗത്ത് ഈ വിവരം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ആ വീഡിയോയിൽ അദ്ദേഹം 2 പേരുടെയും പേരുകൾ പറഞ്ഞിരുന്നില്ല. അവർക്ക് അഭിമാനക്ഷതം സംഭവിക്കേണ്ട എന്ന് വിചാരിച്ച് പേര് പറഞ്ഞില്ല എന്ന് ആലപ്പി അഷ്റഫ് ഇവിടെ പറയുന്നുണ്ട്. ഇതിപ്പോൾ കാട്ടുതീ പോലെ പടരുന്ന ഈ വിഷയം ആദ്യമായി വെളിപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഈ എപ്പിസോഡിലാണ് ആദ്യമായി ലക്ഷ്മിപ്രിയയും അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്തതിനെക്കുറിച്ച് പേര് പറയാതെ പുറം ലോകം അറിഞ്ഞത്. അന്ന് ആ എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ലക്ഷ്മിപ്രിയ ആലപ്പി അഷ്റഫിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ വിളിച്ചിട്ട് അന്നത്തെ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചതായി ആലപ്പി അഷ്റഫ് പറഞ്ഞു. പക്ഷെ ഗുരുതരമായ ആരോപണം അവർ അൻസിബയ്ക്കെതിരെ ഉന്നയിച്ചു. ജിഹാദി, വർഗീയവാദി ആരോപണവും പ്രചരണവും അൻസിബയ്ക്കെതിരെ നടത്തിയതിന് ആദ്യമായി ഒരാൾ സാക്ഷ്യം പറയുകയാണ് ആലപ്പി അഷ്റഫ്. അദ്ദേഹത്തോട് ലക്ഷ്മിപ്രിയ ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞത്രേ. അപ്പോഴും ഭർത്താവ് ഉപദ്രവിച്ചതിനെക്കുറിച്ച് പറയുന്നും ഉണ്ട്. എന്നിട്ട് അദ്ദേഹം വീഡിയോയിൽ ആലപ്പി അഷ്റഫ് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അയാൾ എന്നെ കണ്ടമാൻ ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്ന് ലക്ഷ്മിപ്രിയ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. ഭർത്താവിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്താനാണ്, അങ്ങനെ പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ആ പരാതി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നമ്മൾ ബാൽക്കണിയിൽ അത് സംപ്രേഷണം ചെയ്തതാണ്. ഭർത്താവിൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് ബാൽക്കണിയിൽ ആ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അന്നത്തെ സംഭവത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ ആലപ്പി അഷ്റഫിനോട് പറഞ്ഞതിനെക്കുറിച്ച് ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്കേ കൊടുക്കൂ എന്ന് പറഞ്ഞു.
അപ്പോൾ അവർ അവരുടെ കൂട്ടുകാരൻ മിഥിലാജിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്ന് ലക്ഷ്മിപ്രിയ ആലപ്പി അഷ്റഫിനോട് പറഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ സൂചിപ്പിച്ചപ്പോൾ അൻസിബയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറഞ്ഞു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെക്കുറിച്ച് അവിഹിത കഥയും കൂടി തീവ്രവാദി എന്ന വിളി കൂടി ചേർത്ത് വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ അൻസിബയെക്കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിൻ്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകളുണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട് എന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തണം. ഇവരുടെ നാവും പ്രവൃത്തിയും സമൂഹത്തെ വഴിതെറ്റിക്കുന്നതാണ്. സത്യത്തിൽ അവർ കൊടുത്ത പരാതിയിൽ തന്നെ മറ്റൊരു ക്രൈം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അൻസിബ അയച്ച മെസ്സേജിനേക്കാൾ ഗൗരവമേറിയതാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചു എന്നാണ്. അവർ പറയുന്ന പ്രകാരം ഈ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ അവരോട് ഇത്തരം ക്രൂരത കാട്ടിയ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഈ ചോദ്യമാണ് അൻസിബയും ചോദിക്കുന്നത്. ഇതേ ചോദ്യം ഒരു പ്രസ് മീറ്റിൽ ലക്ഷ്മിപ്രിയയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നാണ്. ഗാർഹിക പീഡനം നടന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഇവർ തന്നെ പറയുന്നു അത് നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്ന്. എങ്ങനെയുണ്ട് അവരുടെ ന്യായം? പൊതുജന പിന്തുണയും താരസംഘടനയുടെ പിന്തുണയും സാംസ്കാരിക നായകരുടെ പിന്തുണയും ഒക്കെ അൻസിബയ്ക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പോൾ തീവ്രവാദവും മതപരിവർത്തന കഥകളുമൊക്കെ ഒന്ന് വിട്ടുപിടിച്ച് അവിഹിത കഥയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ കഥാനായിക എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. AMMA യോഗത്തിന് ശേഷമുണ്ടായ ലക്ഷ്മിപ്രിയയുടെ പള്ളുവിളി അഭിമുഖം കഴിഞ്ഞ ശേഷം ഒരാളും ഇതുവരെ അവരെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. ലക്ഷ്മിപ്രിയയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം, പ്രത്യേകിച്ചും BJP ബന്ധം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. AMMയിൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ BJPക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു എന്ന ആരോപണം അന്നത്തെ യോഗത്തിൽ ഉയർന്നിട്ട് ഇതുവരെ അവർ നിഷേധിക്കാനോ വിശദീകരിക്കാനോ രംഗത്തെത്തിയിട്ടുമില്ല. അത് ഉന്നയിച്ച ബാബുരാജിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് പറഞ്ഞതല്ലാതെ ആ കാര്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ആരോപണം അവിടെ നിൽക്കുകയാണ്. AMMയുടെ നേതൃത്വത്തിലുള്ള 2 പേർ സ്ഥാനാർത്ഥിയാകാൻ ഇറങ്ങി. അംഗങ്ങളായ പലരെയും അതിനായി സമീപിച്ചു. ചിലരൊക്കെ സ്ഥാനാർത്ഥിയാകാൻ പോയി, ചിലരൊക്കെ വഴങ്ങി. ശ്വേതാ മേനോന്റെ നേതൃത്വം അതിനായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത്രയും കാലം ഇന്നസെന്റ് മുതൽ ജഗദീഷും ഗണേഷ് കുമാറും വരെ ഭാരവാഹിത്വത്തിൽ ഇരുന്ന കാലത്ത് ഒന്നും അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അമ്മയെ ഉപയോഗിച്ചിട്ടില്ല, വേദിയാക്കിയിട്ടില്ല. അങ്ങനെ ആരും ആരോപിച്ചിട്ടുമില്ല. എന്നാൽ ഇത്തവണ ഉയർന്നത് ഗുരുതരമായ ആരോപണമാണ്. സംഘപരിവാർ ബന്ധമുള്ളവരുടെ ഗ്രൂപ്പ് തന്നെ പ്രവർത്തിച്ചു അമ്മയിൽ, അവർക്ക് വേണ്ടി, അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു എന്നതാണ് ആരോപണം. ശ്വേതാ മേനോൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പാലമായി BJPക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ? അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇനി AMMയിലെ അതടക്കമുള്ള നീക്കങ്ങൾ പരസ്യമായി വെളിപ്പെട്ടതിൻ്റെ പിന്നാലെ പ്രതികാരം തീർക്കാൻ അൻസിബയ്ക്ക് നേരെ വ്യാജ ആയുധം ഗൂഢാലോചനയ്ക്ക് ശേഷം ഉപയോഗിക്കുകയായിരുന്നോ? അതിനായി ലക്ഷ്മിപ്രിയയെ ഇറക്കിവിട്ടതാണോ? അതോ അവർ സ്വയം ഇറങ്ങിയതാണോ? സാധാരണ ബുദ്ധിയിൽ ആർക്കും കാര്യങ്ങൾ വ്യക്തമാകും വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് സ്വന്തം വില കളയും വിധത്തിൽ രംഗത്തിറങ്ങാൻ ലക്ഷ്മിപ്രിയയ്ക്ക് പ്രേരണയായത് എന്താണ്? ഇത് കേവലം 2 പേരുടെ ഈഗോയോ അതുമൂലമുള്ള തമ്മിൽ തല്ലോ മാത്രമല്ല. ഞാൻ തുടക്കത്തിൽ വീഡിയോ കാണുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും അങ്ങനെ വിചാരിച്ചിരിക്കും, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന്. ഇനി ഒരിക്കലും ഇമാതിരി വഷളത്തരങ്ങളും അവിഹിത കഥകളും വ്യാജ നറേറ്റീവുകളുമായി ലക്ഷ്മിപ്രിയമാർ രംഗത്ത് വരരുത്. സർവോപരി ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ ജിഹാദി, തീവ്രവാദി, വർഗീയവാദി ആരോപണങ്ങളും ഒക്കെയായി ഒരാൾ പോലും മുന്നോട്ട് വരരുത്. മറ്റുള്ളവരെ തകർക്കാൻ അവർ മുസ്ലിം ആണെങ്കിൽ പ്രത്യേകിച്ചും എളുപ്പമുള്ള ആയുധമാണ്, പ്രയോഗങ്ങളാണ് അതെല്ലാം. അവർ പ്രവർത്തിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ അവർ ഉപയോഗിക്കുന്നതാകാം, നമുക്കറിയില്ല. ഇനി അങ്ങോട്ടും ഇമാതിരി സാധ്യതകൾ ഉപയോഗിച്ച് കുതന്ത്രങ്ങളുമായി വരുന്ന ലക്ഷ്മിപ്രിയമാരെ തിരിച്ചറിയാൻ നമുക്ക് ഈ അനുഭവം ഒരു പാഠമാകട്ടെ. നന്ദി, നമസ്കാരം.